മണിയന്ത്രംമുടി എന്ന തൊടുപുഴയ്ക്കടുത്തുള്ള ഈ ഹിൽ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. വടക്കത്താനം കവല കഴിഞ്ഞ് മൈലക്കൊമ്പ് പള്ളിയുടെ റൂട്ടിൽ കുറച്ചു ദൂരം പോരുമ്പോൾ മണിയന്ത്രം കുരിശടിയിലേക്കുള്ള ചെറിയ ടാർ റോഡ് കാണാം. റബ്ബർ തോട്ടത്തിനുള്ളിലൂടെയുള്ള ഈ വഴിയിലൂടെ ചില സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈൻ ബോർഡ് നോക്കിയാണ് യാത്ര. ഹോളി വീക്കിൽ നാനാജാതി മതസ്ഥർ പ്രാർത്ഥന ചൊല്ലി ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കാളികളാകുവാൻ ഈ മലമുകളിലേക്ക് നടന്നു കയറാറുണ്ട്. മലമുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശിന് സമീപത്തെത്തി പ്രാർത്ഥനകൾ ചൊല്ലുന്നതും വർഷങ്ങളായി പാലിച്ചു പോരുന്നവരുണ്ട്. ഇടയ്ക്ക് വഴിതെറ്റി എന്ന് തോന്നിയപ്പോൾ തദ്ദേശവാസിയായ ഒരാൾ വഴി പറഞ്ഞു തന്നു. ഇരുപത് മിനിറ്റോളം യാത്ര ചെയ്ത് മലയുടെ മുകളിലെത്തി. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അനുസ്മരിപ്പിക്കുന്ന കുരിശിൻ്റെ വഴിയുടെ വിവിധ ഘട്ടങ്ങളുടെ ചിത്രങ്ങൾ വഴിയുടെ സൈഡുകളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുമായിട്ടുണ്ട് ഈ സ്ഥലം. രസതന്ത്രം, നീലിക്കൊണ്ടൊരു കുഞ്ഞാട് തുടങ്ങി ചിത്രങ്ങളിലൊക്കെ ലൊക്കേഷനും ഇവിടെ കാണാം. മഴക്കാലമായതുകൊണ്ട് ഈ പാറയുടെ പുറത്തുകൂടി നല്ല ജലപ്രവാഹമുണ്ട്. രസതന്ത്രം എന്ന ചിത്രത്തിലെ രംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചതുകൊണ്ട് ഇവിടം ഇപ്പോൾ രസതന്ത്രപ്പാറ എന്നാണ് അറിയപ്പെടുന്നതെന്ന് പ്രദേശവാസിയായി ഒരാൾ പറഞ്ഞു. മണിയന്ത്രംമുടിയിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്തുള്ള മൈലക്കൊമ്പ് പള്ളിയിലെത്തി. കോതമംഗലം രൂപതയുടെ കീഴിലുള്ള മൈലക്കൊമ്പ് സെൻറ് തോമസ് ഫൊറൈൻ ചർച്ച് കേരളത്തിലെ പുരാതന പള്ളികളിലൊന്നാണ്. ദ മദർ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ പള്ളിയുടെ ചരിത്രം 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന സെൻറ് തോമസിൻ്റെ കാലത്തേക്ക് നീളുന്നതാണ്. സെൻറ് തോമസ് സ്ഥാപിച്ച പള്ളിയാണ് എന്ന് തലമുറകളായി വിശ്വസിച്ചു പോരുന്ന ഈ പള്ളിയുടെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന കൽക്കുരിശും കല്ലുകൊണ്ടുള്ള മാമോദിസ തൊട്ടിയും പുരാതന പള്ളിമണിയുമൊക്കെ ഇവിടുത്തെ ആകർഷണങ്ങളാണ്. പള്ളിയുടെ കോമ്പൗണ്ട് വിട്ട് തൊടുപുഴയ്ക്ക് അടുത്തുള്ള സിനിമാക്കാരുടെ ഇഷ്ട ഷൂട്ടിംഗ് ലൊക്കേഷനായ ഉറവപ്പാറയിലേക്ക് ഞങ്ങൾ തിരിച്ചു.